നമസ്കാരം. തടവുകാരെ തുറന്നുവിട്ട് മോഷണം നടത്തിയവൻ, കള്ളന് നക്കാപ്പിച്ച കൊടുത്ത് DIG അടിച്ചുമാറ്റിയത് കോടികൾ. കോടികൾ കൈക്കൂലി വാങ്ങിയ ജയിലിലെ DIG വിനോദ് കുമാർ ഇന്ന് നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അയാൾ ഒരു കൊള്ളക്കാരനാണ്. പരോളിന് പണം, സെല്ലിനുള്ളിൽ ലഹരി ഉപയോഗത്തിനടക്കം പണം വാങ്ങിയിട്ടുള്ള അനുമതി, മാത്രമല്ല ഡീൽ ഉറപ്പിക്കുന്നതിന് രാത്രി ജയിലിലെത്തി തടവുകാരെ കാണുന്നു. കൊടിസിനിയിൽ നിന്ന് വാങ്ങിയത് ലക്ഷങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ അപ്പുറം ആള് സ്വന്തം പാർട്ടിക്കാരനാണ് കേട്ടോ. അതായത് CPM-ന്റെ സ്വന്തക്കാരൻ. രാത്രി തടവുകാരെ തുറന്നുവിട്ട് മോഷണം നടത്തി അതിന്റെ വിഹിതം പറ്റുന്ന പോലീസുകാരെയും ജയിൽ സൂപ്രണ്ടുമാരെയും ഒക്കെ നാം സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ കൊടുസിനിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതിന്റെ പേരിൽ വിജിലൻസ് കേസെടുത്ത ജയിൽ DIG MK വിനോദ് കുമാറിന്റെ പേരിൽ ഇനി വരാൻ ബാക്കിയുള്ളത് എന്താണെന്ന് അറിയാമോ? തടവുകാരെ തുറന്നുവിട്ട് കക്കാൻ കൊണ്ടുപോവുക എന്ന ആരോപണം മാത്രമേ ഉള്ളൂ. വിനോദ് കുമാർ അധികാര പരിധിക്ക് പുറത്തുള്ള ജയിലുകളിൽ അനധികൃതമായിട്ടുള്ള സന്ദർശനം രാത്രികാലങ്ങളിൽ നടത്തിയിരുന്നു എന്നുള്ള ആരോപണമുണ്ട്. രാത്രികാല സന്ദർശനങ്ങൾ പലതും തടവുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങാനാണ് എന്നുള്ളതാണ് സംശയം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മറ്റ് DIG-മാർ നൽകിയ റിപ്പോർട്ട് ജയിൽ മേധാവി പൂഴ്ത്തിയതായിട്ടും ആരോപണം നിലനിൽക്കുന്നു. വിനോദ് കുമാർ CPM-ന്റെ പിന്തുണയുള്ള ഉദ്യോഗസ്ഥനായാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ മറ പിടിച്ചാണ് ഈ കൈക്കൂലി ഇടപാടുകൾ നടക്കുന്നത്. ക്രിമിനലുകൾക്ക് ലഹരി എത്തിച്ചതടക്കമുള്ള മറ്റ് വഴിവിട്ട ഇടപാടുകളും അവിടെ ആ ജയിലിൽ നടക്കുന്നുണ്ട്. ജയിൽ ആസ്ഥാനത്തെ DIG-ക്ക് മറ്റ് ജയിലുകൾ സന്ദർശിക്കുവാനോ പരിശോധിക്കുവാനോ അധികാരമില്ല എന്നിരിക്കെ രാത്രികാലങ്ങളിൽ വിനോദ് മറ്റ് ജയിലുകളിലേക്ക് പോകുന്നത് എന്തിനായിരുന്നു? പക്ഷെ വിനോദ് 2022 മൂവാറ്റുപുഴ, പൊൻകുന്നം, കോട്ടയം സബ് ജയിലുകളിൽ ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ സന്ദർശിച്ചു. പലതും രാത്രികളിൽ. ആ രാത്രികളിൽ ജയിലിലെത്തും, ചില തടവുകാരെ കാണും, അരമണിക്കൂർ കൊണ്ട് തിരികെ പോകും. ഈ നടപടി ചട്ടലംഘനവും സംശയാസ്പദവുമാണ് എന്ന് അന്ന് തന്നെ മറ്റ് DIG-മാർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്നിട്ട് എന്ത് നടപടിയെടുത്തു? ഒരു നടപടിയും ഉണ്ടായില്ല. മധ്യമേഖല DIG ആയിരുന്ന P അജയകുമാർ ഇത് സംബന്ധിച്ച് ജയിൽ മേധാവിക്ക് കത്ത് നൽകിയിരുന്നു. 3 വട്ടം അദ്ദേഹം വിനോദിന്റെ വഴിവിട്ട ഇടപാട് ചൂണ്ടിക്കാണിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. അപ്പോൾ ഈ സന്ദർശനങ്ങളെല്ലാം തടവുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങുവാനുള്ള യാത്രയായിരുന്നുവെന്നാണ് വിജിലൻസ് സംശയിക്കുന്നത്. ഇതുകൂടാതെ സെല്ലിനുള്ളിൽ ലഹരി ഉപയോഗിക്കുവാനുള്ള അനുമതി നൽകാമെന്ന പേരിലും വിനോദ് കുമാർ കൈക്കൂലി വാങ്ങി എന്നാണ് കണ്ടെത്തൽ. ADGP കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രധാന പദവിയിലുള്ള ഉദ്യോഗസ്ഥനാണ് DIG വിനോദ് കുമാർ. കേസെടുത്ത പശ്ചാത്തലത്തിൽ നടപടി ഉണ്ടാകും, സസ്പെൻഷൻ നടപടി ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനകളടക്കം വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ അന്വേഷണം നടത്തി മുന്നോട്ട് പോകുമ്പോൾ ആ സസ്പെൻഷൻ കാലാവധിയിലോ അല്ലെങ്കിൽ സസ്പെൻഷൻ കൊണ്ട് മാത്രം മതിയോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. വിയ്യൂർ ജയിലിലെ തടവുകാർക്ക് സൗകര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് വിരമിച്ച ഉദ്യോഗസ്ഥനെ ഏജന്റാക്കി പണം വാങ്ങിയതിന് വിജിലൻസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. തെക്കൻ കേരളത്തിലെ ഒരു സബ് ജയിലിലെ ഒരു സൂപ്രണ്ടിൽ നിന്നും ഗൂഗിൾ പേയിലൂടെ പണം വാങ്ങിയതിനടക്കം തെളിവ് ലഭിച്ചിട്ടുണ്ട്. വിനോദ് കുമാറിന്റെ അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനവും അത് അന്വേഷിക്കുവാൻ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം ഇപ്പോൾ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. കൊടുസുനി അടക്കം TP കേസിലെ പ്രതികൾക്ക് ജയിലിൽ സുഖസൗകര്യങ്ങൾ ഒരുക്കുവാനും ജയിൽ ആസ്ഥാനത്തെ DIG വിനോദ് കുമാർ കൈക്കൂലി വാങ്ങി എന്നുള്ള ആരോപണത്തിന് തെളിവുകൾ അടക്കം വിജിലൻസ് കണ്ടെത്താൻ കഴിഞ്ഞു. തടവിൽ നിന്നും കൊടിസുനിയുടെ കൊട്ടേഷന്റെ തെളിവുകൾ നശിപ്പിക്കുവാൻ വരെ വിനോദ് കുമാർ കൂട്ടുനിന്നു എന്നുള്ളതാണ്. കൊടിസുനിയെ നിരന്തരമായിട്ട് ജയിൽ സന്ദർശിക്കുന്ന കൂട്ടാളിയുടെ അക്കൗണ്ടിൽ നിന്നാണ് കൈക്കൂലി വിനോദ് കുമാറിന് കൈമാറിയിരുന്നത്. ജയിലിൽ നിന്നും DIG-യെ അണ്ണൻ സിജിത്ത് വിളിച്ചിരുന്നു. പരോളിന് പുറത്തിറങ്ങിയതിന് പിന്നാലെ ഗൂഗിൾ പേ വഴി പണവും കൈമാറിയിരുന്നു. കൊച്ചിയിലെ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട റിമാൻഡിൽ കഴിയുന്ന പ്രതിക്ക് സൗകര്യമൊരുക്കുവാൻ കൂടി പണം വാങ്ങി എന്നുള്ളതാണ്. ലഹരി കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് ഈ മഹാൻ. അങ്ങനെ ഒരു മാസം മാത്രം അക്കൗണ്ടിലേക്ക് ശമ്പളം കൂടാതെ വന്നിരുന്നത് 35 ലക്ഷം രൂപയാണ് എന്ന് വിജിലൻസ് കണ്ടെത്തി. ഒപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നതോ 40,80,000 രൂപ. ഒരു മാസം കൊണ്ട് 1 കോടി രൂപ ഉണ്ടാക്കുന്ന ഒരു മഹാനായ DIG എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കേരളത്തിലല്ലാതെ. പണം വാങ്ങി ചട്ടവിരുദ്ധമായിട്ടുള്ള പരോളുകൾ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലുകൾ ഉണ്ടായി. വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നും വിരമിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ വഴിയും പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇയാളുടെ മൊഴിയും ഒരു ജയിൽ സൂപ്രണ്ടിന്റെ മൊഴിയും വിജിലൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊടിസിനിക്ക് MK വിനോദ് കുമാറിന്റെ സംരക്ഷണം കിട്ടുന്നത് ഇത് ആദ്യമല്ല. ജയിലിൽ കിടന്ന് കൊച്ചിയിലെ ഗുണ്ടാ സംഘത്തിന് സുനി കൊട്ടേഷൻ നൽകിയതിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. വിയ്യൂർ ജയിലിൽ നിന്നും സുനി വിളിച്ച ഫോൺ പിടിച്ചെടുക്കുവാനെന്ന് വിയ്യൂർ ജയിൽ സൂപ്രണ്ടായിരുന്ന വിനോദ് കുമാറിനോട് ജയിൽ മേധാവിയായിരുന്ന R ശ്രീലേഖ ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ടോ ഇതിൽ വിനോദിനോട് ജയിൽ മേധാവി വിശദീകരണമടക്കം ചോദിച്ചുവെങ്കിലും ഉന്നത സമ്മർദ്ദം മൂലം തുടർ നടപടികൾ മരവിപ്പിക്കുകയാണ് ചെയ്തത്.
ഫോൺ പുറത്തു വന്നിരുന്നുവെങ്കിലും പല ഉന്നത ബന്ധങ്ങളടക്കം പുറത്തു പോകുമെന്നുള്ളത് കൊണ്ടാണ് ഭരണ നേതൃത്വവുമായിട്ട് ബന്ധമുള്ള വിനോദ് കുമാർ തൊണ്ടി നശിപ്പിച്ചത് എന്നുള്ള ആരോപണം അന്നേ ജയിൽ വകുപ്പിലുണ്ട്. ആലപ്പുഴയിലും കണ്ണൂരിലെയും CPM നേതാക്കളുമായിട്ട് നല്ല ബന്ധം, നല്ല അടുപ്പം പുലർത്തുന്ന ഉദ്യോഗസ്ഥനാണ് ഈ വിനോദ് കുമാർ. പരോളിന് കൈക്കൂലി വാങ്ങുന്നതായിട്ട്, ജയിലിൽ പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി നൽകുന്നതായിട്ടൊക്കെ വിനോദിനെതിരെ പരാതി പലവട്ടം ഉയർന്നിരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇന്റലിജൻസ് ആണ് വിജിലൻസിന് പലതരത്തിലുള്ള വിവരങ്ങൾ അടക്കം കൈമാറിയത്. ലഹരി കേസുകളിലടക്കം പ്രതികളായവർക്ക് പെട്ടെന്ന് പരോൾ കിട്ടാൻ ഇടപെടാമെന്ന് പറഞ്ഞാണ് പണം വാങ്ങുന്നത്. ഗൂഗിൾ പേ വഴി വിനോദ് കുമാറിന്റെയും ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ പണമായി എത്തുന്നു എന്നുള്ളതാണ്. ഇത് വിജിലൻസ് കണ്ടെത്തിയ കണ്ടെത്തലുകളാണ്, അതായത് ഞാൻ പറഞ്ഞു വെക്കുന്നതല്ല. സ്ഥലം മാറ്റത്തിന് ഉദ്യോഗസ്ഥരിൽ നിന്നും പണം വാങ്ങാറുണ്ട് എന്ന് ഇന്റലിജൻസ് വിഭാഗത്തിന് വിവരം ലഭിക്കുന്നു. അവർ നൽകുന്ന റിപ്പോർട്ടോടുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പല കേസുകളിലും വിനോദ് കുമാർ ആരോപണ വിധേയനായിട്ടുണ്ട്, 2 വട്ടം സസ്പെൻഷനിലായിട്ടുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ ജയിലിന്റെയും ഭരണനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രധാന ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന മഹത് രത്നം. സ്ഥിരമായി ജോലിക്ക് ഹാജരാകാത്തതിന് കണ്ണൂർ ജയിൽ സൂപ്രണ്ടായിരുന്നപ്പോൾ സസ്പെൻഷൻ നേരിട്ട ആളാണ് ഈ വിനോദ്. TP കേസിലെ പ്രതികൾക്ക് വിയ്യൂരിൽ വഴിവിട്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതിനാണ് 2ാമത്തെ സസ്പെൻഷൻ കിട്ടിയത്. മറ്റൊന്ന്, വകുപ്പ് തല അന്വേഷണങ്ങളെല്ലാം തന്നെ ഒതുക്കി 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് DIG ആയിട്ട് ഉയർത്തിയ വിനോദ് കുമാറിനെ ജയിൽ ആസ്ഥാനത്ത് നിയമിക്കുകയും ചെയ്തു. അതൊക്കെ സ്വന്തം പാർട്ടിക്കാരായതുകൊണ്ടാ, CPM-നോട് അടുത്തു നിൽക്കുന്നതുകൊണ്ടാ, വിജയൻ എന്ന് പറയപ്പെടുന്ന പിണറായി വിജയനോട് അകലം പാലിക്കാത്തത് കൊണ്ടാ. മനസ്സിലായോ? അപ്പോൾ നിരവധി പരാതികൾ ഈ പറയുന്ന വിനോദ് കുമാറിനെ വന്നപ്പോഴും ജോലിയിൽ വീഴ്ച വരുത്തിയപ്പോഴും DIG-യെ ജയിൽ ആസ്ഥാനത്ത് മാറ്റണമെന്ന് ജയിൽ മേധാവിമാർ ആഭ്യന്തര വകുപ്പിനോട് പലവട്ടം ആവശ്യപ്പെട്ടുവെങ്കിലും ആ ഉദ്യോഗസ്ഥന് സംരക്ഷണം നൽകുന്ന സമീപനമാണ് പക്ഷേ പലപ്പോഴും സർക്കാർ സ്വീകരിച്ചത് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ കൊടിസുനിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതിന്റെ പേരിൽ വിജിലൻസ് കേസെടുത്ത ജയിൽ DIG ഇപ്പോൾ അടപടലം പെട്ടിരിക്കുകയാണ്. നല്ല വൃത്തിക്കങ്ങ് അകത്തായി. എന്തൊക്കെയായിരുന്നു ഈ വിപ്ലവ സിംഹത്തിന്റെ ചെയ്തികൾ? ജയിലിനുള്ളിലേക്ക് ലഹരി മരുന്ന് കടത്താൻ പണം വാങ്ങി കൂട്ടുനിൽക്കുക, അനധികൃതമായിട്ടുള്ള പരോൾ അനുവദിക്കുക, അതിന് പണം വാങ്ങുക, ജയിലിലെ കേസുകൾ തേച്ചുമാച്ചു കളയുക, അതിന് പണം വാങ്ങുക. അപ്പോൾ ഇതിനൊക്കെ ഈ തുടങ്ങിയവർക്കൊക്കെ ഇയാളുടെ പേരിൽ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുണ്ട്, കേസുകൾ നിലയ്ക്കാണ്. പക്ഷെ ഒന്നും തെളിയിക്കപ്പെടുന്നില്ല. പക്ഷെ ഇനി ആകെ തെളിയാനുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ തടവുകാരെയൊക്കെ തുറന്നുവിട്ട് കക്കാൻ കൊണ്ടുപോകുന്ന ഒരു പരിപാടിയുണ്ട് രാത്രിയിൽ. അപ്പോൾ അങ്ങനെ ഇനി തെളിയാനുള്ളത് തടവുകാരെ തുറന്നുവിട്ട് കക്കാൻ കൊണ്ടുപോവുക എന്നത് മാത്രമാണ്. ഇനി അതും തെളിയും, കാരണം ED-യുടെ അന്വേഷണം കൃത്യമാകുമ്പോൾ ഇനി അതും തെളിയും. എന്നാൽ ഇതുവരെ ഇയാൾ പിടിക്കപ്പെടാതിരുന്നത് CPM-ഉമായുള്ള നല്ല ബന്ധങ്ങൾ കാരണമായിരുന്നു. പക്ഷേ വിരമിക്കാൻ 4 മാസം മാത്രം അവശേഷിക്കെ ഇപ്പോൾ വിനോദ് കുമാറിന് പൂട്ടുവീണിരിക്കുകയാണ്. വിനോദ് കുമാറിനെതിരായിട്ടുള്ള അഴിമതി കേസിൽ ആഭ്യന്തര സെക്രട്ടറിക്ക് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. കേസ് ഗുരുതരമെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടിൽ സസ്പെൻഷൻ അടക്കം ശുപാർശയുമുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമായതിനാൽ ചിലപ്പോൾ തൊപ്പി പോണ വഴി അറിയില്ല പോലീസെ എന്ന് പറയേണ്ടിയിരിക്കുന്നു.